ഹലോ. മുൻപൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നും അറിയേണ്ടിയിരുന്നു. രാവിലെ എണീക്കുക, കുളിക്കുക, ഡ്രസ്സ് മാറുക, എവിടെയെന്ന് വെച്ചാൽ പോകുക. ഇപ്പം അങ്ങനെയല്ല. ആദ്യം മൂത്തവനൊരുക്കണം, പിന്നെ രണ്ടാമത്തവനൊരുക്കണം. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും പോകാൻ സമയമാവും. എങ്ങനെയെങ്കിലും ചാടിപ്പിടിച്ച് പെട്ടെന്ന് റെഡിയാകുക, പോവുക. ഇപ്പം ഇതാണ് എൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. തല പോലും ചിലപ്പോൾ നേരെ ചൊവ്വേ കെട്ടാൻ സമയം കിട്ടില്ല. പിന്നെ കുഴപ്പമില്ല. പിന്നെ എനിക്ക് അത്ര ഓവർ മേക്കപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതെവിടെ പോകണമെന്ന് ചോദിച്ചാൽ വലിയ വീട്ടിലോട്ടാണ് പോകണം. ഞങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല വെയിലായിരിക്കും, അല്ലെങ്കിൽ മഴ. കഴുകിയ തുണി വിരിക്കാണ്ട് പോയി, ഒരുപക്ഷെ മഴ പെയ്ത് നനയണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോണ വഴി ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടെ പോയി. പോണ വെറുതെ അല്ല, അവർക്ക് വിരുന്ന്. അപ്പോൾ ഞങ്ങളും കൂടെ പോയി. എനിക്കാണെങ്കിൽ കാറിൽ ഇരുന്നിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഛർദിലും ഇതൊക്കെ പോലെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം ഞാൻ കിടന്നതിന് ശേഷം പിന്നെ നേരെ അടുക്കളയിലോട്ട് കയറി. താത്ത സലാഡിനൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു. നമ്മളിവിടെ തൈര് ചേർക്കില്ല, നാരങ്ങയാണ്. അപ്പം അതൊക്കെ ചേർത്ത് നമ്മൾ ഉപ്പും ഇതൊക്കെ ചേർത്ത് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം ആ ഒരു തലവേദനയുടെ ഒരു ഹാങ് ഓവർ മാറി ആ നാരങ്ങയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നക്കിയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, കിട്ടില്ല ലെഗ് പീസ് 4 എണ്ണം. പക്ഷേ ഒരെണ്ണം എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് പക്ഷേ കിട്ടിയില്ല. പക്ഷേ പൊരിച്ച് കണ്ടതിൻ്റെ ടേസ്റ്റ് നോക്കിയത് ഞാനും ബാക്കി 2 കുട്ടിപ്പട്ടാളങ്ങളുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തെ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ അനിയൻ പൈനാപ്പിൾ കട്ട് ചെയ്ത്, നമ്മൾ ഓരോരുത്തരും ഓരോ ജോലിയിലാണ്. അവൻ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച്. ഇതിൻ്റെ ഇടയിൽ ഒരു അബദ്ധം പറ്റിയപ്പോൾ എണ്ണ തെറിച്ച് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ മരുന്നിട്ടില്ലെങ്കിൽ നല്ല പൊള്ളിയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായി. മച്ചാൻ വന്ന് ഫുഡൊക്കെ എടുത്ത് വെച്ചു. ഈ ചിക്കൻ ഫ്രൈ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് ഞാനാണ്. വല്ലാത്തൊരു ഡെക്കറേറ്റിംഗ് ആയിപ്പോയി. പിന്നെ നേരെ എൻ്റെ ഇക്കയില്ല, മച്ചായും എൻ്റെ അനിയനും അവളും കൂടെ ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന്. കിടിലനായിരുന്നു. എല്ലാം വാരി പിടിച്ച് എടുത്തു. പക്ഷേ ഇത്രയും കഴിക്കാൻ പറ്റില്ല. താത്ത എന്നെ വഴക്കും പറഞ്ഞു, നീ എല്ലാ വീഡിയോസിലും ഫുഡ് ശരിക്കും എടുക്കണതാണ്, പക്ഷേ ഇത്രയും കഴിക്കണമില്ല, വെറുതെ എന്തിനാണ് ഇങ്ങനെ എടുക്കണത് എന്ന് ചോദിച്ചു. പിന്നെ അത് കഴിച്ചിട്ട് വയറ് വീത്തില്ല, വരെ വീത്ത്. എന്നാലും ഒരു പപ്പയ്ക്ക ഉണ്ടായിരുന്നതിനെ എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ചായ ഇട്ട് തന്നു. ചായ, കേക്ക്, എള്ളുണ്ട, കപ്പലണ്ടി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ വരാനായിട്ട് ഇറങ്ങി. ഇത് ഞാനവനും കൂടെ കുറച്ച് ഗോഷ്ടി കാണിച്ചതാണ്. നമ്മളവനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവർ നമ്മളെ യാത്രയാക്കാൻ വന്ന് നമ്മളെ യാത്രയാക്കി തിരിച്ചിങ്ങ് വീട്ടിലെത്തി. എനിക്കാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇനി തലവേദന ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പലണ്ടിയൊക്കെ എടുത്ത് നേരത്തെ കയ്യിൽ കരുതിയാണ് വന്നത്. എനിക്ക് പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നേരെ എല്ലാ ഡ്രസ്സൊക്കെ മാറ്റി ഒരു നൈറ്റി എടുത്തുക, കവചം കൊണ്ടെല്ലാം കെട്ടി വയ്ക്കുക, എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.